ഇന്നലെ എനിക്ക് ജോലിയുള്ളൊരു ദിവസമായിരുന്നേ. അങ്ങനെ അതിരാവിലെ ചൂട്ടും കത്തിച്ച് പിടിച്ച് ഞാൻ ജോലിക്ക് വെച്ച് പിടിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഈ രാവിലെ എഴുന്നേൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. എഴുന്നേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വലിയ പാടൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സമയത്ത് ജോലിക്ക് പോകാനായിട്ട്. വണ്ടിയുടെ തിരക്കുകളില്ല, ബഹളങ്ങളില്ല, ഒന്നുമില്ല. ശാന്തസുന്ദരമായ അന്തരീക്ഷം. ഞാനൊരു 5 മണി ആയപ്പോൾ എഴുന്നേറ്റുള്ളേ. കാരണം കൊച്ചിന് അവധിയായതുകൊണ്ട് രാവിലെ എഴുന്നേക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കൊച്ചിന് അവധി ഇല്ലായിരുന്നെങ്കിൽ ഒരു 4:30 ആകുമ്പോൾ എഴുന്നേക്കണം. അങ്ങനെ ജോലിക്ക് കയറിയേ. ഇത് ഞങ്ങളുടെ ലഞ്ചാണ് കേട്ടോ. എൻ്റെ ലഞ്ച് ബോക്സ് കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, ഇത്രയും ചോറും കറിയൊക്കെ വെച്ചിട്ട് പോയോ എന്ന്. ഇത് ഞാൻ കൊണ്ടുപോയതൊന്നും അല്ല കേട്ടോ. എനിക്കുള്ള ലഞ്ച് ഈ ഇരിക്കുന്ന ഹൻസ കൊണ്ടുവന്നതാണ്. ഹൻസയ്ക്ക് ലഞ്ച് എടുത്തപ്പോൾ എനിക്കുള്ള ലഞ്ചും കൂടെ എടുത്തുകൊണ്ട് വന്നേ. ഞങ്ങൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹൻസു എനിക്ക് നോമ്പാന്നുള്ള കാര്യം മറന്നുപോയേ. മീനൊക്കെ കൊണ്ടുവന്നായിരുന്നു. ഞാൻ പറഞ്ഞു അത് വിഷമിക്കൊന്നും വേണ്ട, മീൻ കഷ്ണം മാത്രം മാറ്റിയാൽ മതിയല്ലോ. അങ്ങനെ മീനൊക്കെ മാറ്റി വെച്ച് കഴിക്കാനിരിക്കുന്നതാണ്. കണ്ടില്ലേ, നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാൻ മടിയാണല്ലോ നമുക്ക് ഫുഡ് കൊണ്ടുതരാൻ കൂട്ടുകാരുള്ളത്. എന്ത് നല്ലൊരു കാര്യമല്ലേ. ഈ ചോറ് കൊണ്ടുവന്ന് ഹൻസയ്ക്കും കുടുംബത്തിനും എന്റെ പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളു. തിന്നു കഴിഞ്ഞല്ലേ ആ പാവയ്ക്കോർത്ത് തിന്ന് തീർക്കാം. ഇങ്ങോട്ട് എടുക്കടി എടുക്കടി. മറ്റേ സിനിമ പറഞ്ഞില്ല വെള്ളം ഊറിയിരിക്കുക. ഞാൻ ഉണ്ടാക്കിയതല്ലേ അല്ല. അങ്ങനെ ഹൻസ് കൊണ്ടുവന്ന ചോറും കഴിച്ച് തീർന്നു, ജോലിയും തീർന്നു. രണ്ടും കൂടെ ഒന്നിച്ചൊന്നും വരായിരുന്നു കേട്ടോ. ജോലി കഴിഞ്ഞത് വൈകുന്നേരമാണേ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ 6 to 6 ജോലി ആയതുകൊണ്ട് നമുക്ക് നേരത്തെ ജോലി തീരും. ശരിക്കും ഈ 6 to 6 ജോലി ഒരു നല്ല സംഭവം കേട്ടോ. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. 7 to 7 6 to 6 ആണേ നല്ലത്. നമുക്ക് നേരത്തെ വീട്ടിൽ വരാമല്ലോ. അതാകുമ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് നല്ലൊരു ക്വാളിറ്റി ടൈമൊക്കെ കിട്ടും. മറ്റേത് 7:30 ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഫുഡും കഴിച്ച് കഴിഞ്ഞ് പിന്നെ കട്ടിലോട്ട് കയറാനുള്ള സമയമുള്ളന്നേ. ഇത് ഒത്തിരി സമയമുള്ള പോലെ തോന്നി എനിക്ക്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഇനി നേരെ വീട്ടിലോട്ട്. ഇതിപ്പോൾ ഇവിടെ പിള്ളേർക്ക് സൺഡേ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ടാണേ. അല്ലെങ്കിൽ ഞായറാഴ്ച പള്ളിയിലും കുർബാനയെല്ലാം കഴിഞ്ഞ് വരുന്ന വഴിക്ക് എനിക്കൊരു കോഫി ആയിട്ട് വരുന്നതായിരുന്നു രണ്ടുപേരും. അത് ജസ്റ്റ് മിസ്സായി കേട്ടോ. പിന്നെ എനിക്ക് ഒത്തിരി നാൾ കൂടിയിട്ടാണ് കേട്ടോ വീക്കെൻഡിലൊരു ജോലി വരുന്നത്. കുറേ നാളായിരുന്നു. ബാക്കി എല്ലാ വീക്കെൻഡും ഓഫായിട്ടിരുന്ന് സുഖിച്ചേ വീക്കെൻഡിൽ ജോലി ചെയ്യാൻ മടിയൊന്നുമില്ല. എന്നാലും അവർ രണ്ടും വീട്ടിലുള്ളപ്പോൾ നമ്മൾ ജോലി ചെയ്യാൻ പോകുമ്പോഴേ ഒരു ബുദ്ധിമുട്ട് പോലെ. അതിപ്പോൾ ഞാൻ വീട്ടിലുള്ളപ്പോൾ അവർ ജോലിക്കും ഓഫീസിലും പോകുമ്പോൾ അവർക്ക് ആ ബുദ്ധിമുട്ടുണ്ടോ അല്ലേ. അങ്ങനെ നമ്മൾ മാത്രം സുഖിച്ചാൽ പോരല്ലോ, അവർക്കും വേണ്ടേ സുഖങ്ങൾ. അതിപ്പോൾ വീക്കെൻഡ് ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവർ രണ്ടും പറയുന്നതാണ് ചട്ടനും പോയി പൊട്ടനും പോയില്ലല്ലാന്ന്. ഞാനില്ലെങ്കിൽ ഇരുന്ന് മേളാങ്കിക്കാമല്ലോ, എന്താ സുഖം. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നേ. ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ശരി എന്നാൽ പോയേച്ചും വരാം.